11ഉം 12ഉം നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പെട്ടകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവ മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച് കേട്ടതുപോലെ ശമൂവേലിൻ്റെ പുസ്തകത്തിനകത്ത് പെട്ടകം ഓബേദിൻ്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് 5-ാം അധ്യായത്തിനകത്ത് അബീനാദാബിൻ്റെ ഭവനത്തിനകത്ത് ഈ പെട്ടകം 20 വർഷം ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 20 വർഷം ഒരാളിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ആ പെട്ടകം ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ ഒരു അത്ഭുതം പോലും നടക്കുന്നില്ല. എന്നാൽ 3 മാസം ഇരുന്നപ്പോൾ ഓബേദിൻ്റെ ഭവനത്തിനകത്ത് വലിയ അനുഗ്രഹങ്ങൾ വെളിപ്പെടാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എത്ര വർഷത്തെ പാരമ്പര്യം എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മൾ എത്ര വർഷമായി ദൈവത്തെ അറിയുന്നു, എത്ര വർഷമായി ദൈവത്തിൻ്റെ സന്നിധി പോകുന്നു, എത്ര വർഷത്തെ പാരമ്പര്യം നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതൊന്നുമല്ല വിഷയം. ഹല്ലേലൂയ. 3 മാസം കൊണ്ടൊരു ഭവനത്തെ ദൈവത്തിൻ്റെ മഹത്വം ആ ഭവനത്തിൽ ഇറങ്ങി അനുഗ്രഹിച്ചെങ്കിൽ ആ ഭവനവാസികൾ ആ പെട്ടകത്തിനെ എത്രത്തോളം കാര്യമായി ഗവനിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെയും നമ്മളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ചുള്ള ബോധം നമ്മുടെ അകത്ത് എത്രത്തോളം ഗൗരവമായി നമ്മൾ ചിന്തിക്കുന്നു, ക്രിസ്തീയ ജീവിതത്തെ എത്ര ഗൗരവമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഗൗരവത്തിനകത്താണ് വലിയ വലിയ വിടുതൽ സംഭവിക്കുന്നത്. പകല് ആരാധനയെ ഒരു ഗൗരവത്തോടെ കാണുന്നവർ, പ്രാർത്ഥനയെ ഒരു ഗൗരവത്തോടെ കാണുന്നവർ, ദൈവവചന ധ്യാനത്തെ ഒരു ഗൗരവത്തോടെ കാണുന്നവർ, പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷകളെ അതിൻ്റെതായ ഗൗരവത്തോടെ കാണുന്ന വ്യക്തികളെയാണ് ദൈവം പെട്ടെന്ന് അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകം എൻ്റെ ഭവനത്തിൽ വരുവാൻ തക്കവണ്ണം ഞാൻ ഭാഗ്യമുള്ളവനായി മാറിയല്ലോ, ഈ പെട്ടകം എൻ്റെ ഭവനത്തിനകത്തിരിക്കാൻ തക്കവണ്ണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നല്ലോ, പ്രൈസ് ദി ലോർഡ് എന്ന് ആ ഓബേദ് ചിന്തിച്ചപ്പോഴാണ് അതിനകത്തൊരു മഹത്വം വെളിപ്പെടുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ ഇരിക്കുമ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ വിഷയം അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗസൗഖ്യമോ മറ്റൊന്നുമല്ല. ഈ ജീവനുള്ള ദൈവത്തെ രക്ഷയുടെ അനുഭവം എനിക്കും ഒന്ന് കിട്ടിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിനെ ഒന്ന് രുചിക്കുവാൻ, ഈ യേശുവിനെ ഒന്ന് അറിയുവാൻ, ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ പേരും ഈ ജീവപുസ്തകത്തെ എഴുതാൻ തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് സന്തോഷമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട കാര്യം നമുക്ക് ദൈവം തന്ന രക്ഷയെ ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. നമ്മൾ വളരെ ശക്തമായി നന്ദിയുള്ള ഹൃദയത്തോടെ ഇവിടെ ഇരിക്കണം. കാരണം എൻ്റെ ദൈവം എനിക്ക് തന്ന രക്ഷയെ ഞാൻ സന്തോഷിക്കുകയാണ്. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് തന്ന രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് കാട്ടിനകത്ത് കടന്ന ദാവീദിൻ പറയുകയാണ്, ഞാൻ കാട്ടിനകത്ത് ആടിനെ മേച്ചുകൊണ്ടിരുന്നവനാ, പക്ഷേ ഇന്ന് ഞാൻ രാജാവാ. ഞാൻ നൃത്തം ചെയ്ത മീഖൾ ഒരിക്കൽ പറഞ്ഞു, രാജാവെന്ന പദവി നീ മറന്നുകൊണ്ട് കിടന്ന് നൃത്തം ചെയ്യരുത്, ആടരുത്, പാടരുത്. നീ നഗ്നനായിട്ട് കടന്ന ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുന്നത് എന്തിനാ? നീ രാജാവാണെന്ന് അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞത്, നിനക്കറിയത്തില്ല, എൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഞാൻ എവിടെ കിടന്നവനാ, പക്ഷെ ഇന്ന് എൻ്റെ ദൈവം എന്നെ രാജാവാക്കിയെങ്കിൽ എനിക്കെന്ത് നഗ്നത, എനിക്കെന്ത് നൃത്തം ചെയ്യാൻ, എൻ്റെ നാണം എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നാണം കെട്ടവനായിരുന്നു, പക്ഷെ എൻ്റെ ദൈവം എന്നെ മാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് എനിക്ക് ദൈവസന്നിധിയിൽ നാണവും മാനവും ഒന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ ഇവിടെ കിടന്ന എന്നെയാ എൻ്റെ ദൈവം ഇന്ന് ഉയർത്തി മാനിച്ചിരി. എത്ര പേർക്ക് നന്ദിയുള്ള ഒരു ഹൃദയമുണ്ട്? എത്ര പേർക്ക് തിരിഞ്ഞൊന്ന് നോക്കുവാൻ സാധിക്കും? നീ എങ്ങനെ കിടന്നവനാ, എങ്ങനെ ആയിരുന്നവനാ? മദ്യപിച്ച് മതോമത്തനായി നാട്ടുകാർക്കും വീട്ടുകാർക്കും
വേണ്ടാത്തവനായിരുന്നവനല്ലേ? നീ ബന്ധിക്കപ്പെട്ടവനായ ശാപം പിടിച്ച വ്യക്തിയായിരുന്നില്ലേ? നീ ചെയ്തതെല്ലാം പരാജയപ്പെട്ടില്ലേ? നിന്റെ ഹൃദയം നിന്റെ പൊട്ടി തകർന്ന ഒരു അവസ്ഥയിലായിരുന്നില്ലേ? നീ എങ്ങനെയാണ് പഴയ കാലത്തിൽ ജീവിച്ചിരുന്നത്? എന്നാൽ എൻ്റെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? നീ ആയിരുന്നത് പോലെയാണോ ഇന്ന് നീ ആയിരിക്കുന്നത്? നിന്നെ ദൈവം ഉയർത്തിയതിനെ ഓർത്ത്, ദൈവം എന്നെ ഉയർത്തി, ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ നടത്തി എന്ന് എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും ഈ ദൈവത്തെ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 20 വർഷം ഒരുവന്റെ വീട്ടിനകത്ത് പെട്ടവർ, നല്ല 50 വർഷം 100 വർഷം ഇരിക്കട്ടെ. എത്രയോ പേര് പറഞ്ഞു 100 വർഷത്തെ പാരമ്പര്യമുള്ള ബന്ധക്കോസുകാരാണ് ഞങ്ങൾ, 150 വർഷത്തെ പാരമ്പര്യമുള്ള CSAക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എത്രയോ പിന്നെ സംഘടനയുടെ വലിപ്പവും പേരും പറഞ്ഞ് പുകഴുന്നവർ. ഞാനാണ് പള്ളി വെച്ച് കൊടുത്തത്, പ്രൈസ് ദി ലോർഡ്. ഞാനാണ് അവിടെ കല്ലറ കെട്ടി കൊടുത്തത്, ഞാനാണ് ആ പള്ളിയുടെ ഫ്രണ്ടിലിരിക്കുക, പുൽപ്പിറ്റ് ഞാനാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് മഹത്വം എടുക്കുന്ന എത്രയോ പേരുണ്ട്, പ്രൈസ് ദി ലോർഡ്. അവരെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എവിടെയോ കിടന്ന് എൻ്റെ അകത്ത് ഈ പരിശുദ്ധാത്മാവിനെ പകരാൻ ഞാൻ എന്ത് യോഗ്യതയുള്ളവനാണ്? പ്രൈസ്, എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? അവിടെയാണ് നന്ദിയുള്ളൊരു ഹൃദയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. സമാഗമന കൂടാരത്തിന് അടുത്തോട്ട് പണ്ടത്തെ ജനം ഓടി, പെട്ടകം ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഓടി ചെല്ലുമ്പോൾ പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ പ്രാകാരത്തിനകത്തോട്ട് ആൾക്കാർ ഓടി വരുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നന്ദി പറയുന്ന സ്ഥലമാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. അന്ന് പണ്ടത്തെ ജനം വന്നെന്തിനാ? നന്ദി പറയാനാണ്, നന്ദി കാണിക്കാനാണ് വന്നത്. ജനം ഓരോ പ്രാവശ്യവും ദൈവസന്നിധി വരുമ്പോൾ തുള്ളിച്ചാടി സന്തോഷിച്ച് അവരുടെ ആദ്യ ഫലം മുഴുവനും കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അവരുടെ വീട്ടിലുള്ള അവർ ഒരു വെണ്ട നട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കത്രിക നട്ടിട്ടുണ്ടെങ്കിൽ, ഇനി എന്തോ നട്ടാലും എന്തൊക്കെ ഉണ്ടെങ്കിലും, കോഴിയാണെങ്കിലും പിന്നെ ഒരു മുട്ടയാണെങ്കിലും അതെല്ലാം ആദ്യ ഫലങ്ങളെ എടുത്തുകൊണ്ട് ജനം സന്തോഷത്തോടെ വന്ന് ദൈവസന്നിധിയിൽ വന്ന്, ദൈവമേ ഞങ്ങൾക്ക് ഇത് കൃഷി ചെയ്യാനുള്ള ആരോഗ്യം തന്നതിനായി സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് തന്ന സന്താനങ്ങൾക്കായി സ്തോത്രം, ഞങ്ങൾക്ക് തന്ന ഈ മൃഗസമ്പത്തിനായി സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളി ചാടിയാണ് ജനം വരുന്നത്. അതാ പഴയ നിയമത്തിൻ്റെ ഒരു സംഭവം. അതാണ് പ്രാകാരത്തിൽ വന്ന് ഇവരങ്ങോട്ട് അവരുടെ നന്മകളെ, അവരുടെ പാപത്തിന് ഒത്തവണ്ണമൊക്കെയുള്ള യാഗങ്ങളും കഴിവിച്ച് അവിടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ സ്ഥലത്തോട്ട് കയറിയിട്ട് പിന്നെ തുള്ളിച്ചാടുക അവര്, ഹല്ലേലൂയ, സ്തോത്രം. ഇതിനുള്ള യോഗ്യത ഞങ്ങൾക്ക്, അതിവിശുദ്ധ സ്ഥലത്തന്ന് ജനത്തിന് പ്രവേശിക്കാൻ സാധിക്കത്തില്ല, അവിടെ പുരോഹിതന് മാത്രമേ സാധിക്കൂ. പക്ഷെ പ്രാകാരം കൊണ്ടും വിശുദ്ധ സ്ഥലം കൊണ്ടും ജനം ഭയങ്കര സന്തോഷമാണ്, ഹല്ലേലൂയ. അവർ വരുന്ന നന്ദിയോടെയാണ്. ഇന്ന് എത്ര പേർ ഈ ആരാധനയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ വന്നിട്ടുണ്ട്? നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ദൈവം ഇത്രയൊക്കെ എന്നെ മാനിച്ചല്ലോ, ഞാൻ കഴിച്ച ആഹാരത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിന് നന്ദി, എനിക്ക് തന്ന കുടുംബജീവിതത്തിന് സ്തോത്രം, എനിക്ക് തന്ന തലമുറയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് എത്ര പേർ ഇതിനകത്തിരിക്കുന്നു? ഹല്ലേലൂയ. ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി. സ്വർഗത്തിൽ ചെന്നപ്പോൾ എല്ലായിടത്തും ഭയങ്കര തിരക്ക്. പക്ഷെ ഒരു റൂമിൽ ഒരു ദൂതൻ ഇരുന്ന് ഭയങ്കര ഉറക്കമാണ്. എല്ലായിടത്തും സ്തോത്രം ചെയ്യുന്ന, സ്തുതി ചെയ്യുന്ന, എല്ലാ സ്ഥലത്തും ആരാധന, എല്ലായിടത്തും പിന്നെ ദൂതന്മാർ ഭയങ്കര പിന്നെ ബിസിയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു ദൂതനിരുന്ന് ഉറങ്ങുന്നു. ആ റൂമിൻ്റെ പേര് നന്ദി സ്വീകരിക്കുന്ന, മനുഷ്യൻ്റെ നന്ദി സ്വീകരിക്കുന്ന റൂം. അവിടെ ദൂതനിരുന്ന് ഉറങ്ങുക. കാരണം ആർക്കും ഒരു നന്ദിയില്ല. മനുഷ്യരാരും നന്ദിയോടെയല്ല ദൈവസന്നിധി വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഓർക്കുക, നമ്മുടെ അനുഗ്രഹം വരുന്നത്, ഹല്ലേലൂയ, ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഒരു പ്രഭാതം കൂടെ നമുക്ക് തരുമ്പോൾ നമ്മൾ പഴയ കാലത്തിലോട്ടൊന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കണം. ഞാൻ നിൽക്കുന്നത് കൃപയാലാണ് നിൽക്കുന്നത്. പ്രൈസ്, എത്ര പേർക്ക് പറയാം, കൃപയാലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എൻ്റെ ബലത്തിലല്ല, ശക്തിയിൽ. അതാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് പൗലോസ് വിളിച്ചു പറയുന്നത്. ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച് വളർന്ന ഗമാലിയൻ്റെ അടുക്കലിരുന്ന അഭ്യാസവും സകല പിന്നെ ജ്ഞാനവും പ്രാപിച്ചവനാണ് ഞാൻ. പ്രൈസിലോ, റോമ സാമ്രാജ്യത്തിൻ്റെ പൗരത്വമുള്ളവനാണ് ഞാൻ. പക്ഷെ എല്ലാം ഉള്ളവനായ ഞാൻ എല്ലാം തികഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം പിടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ അത്
അറിയുന്നില്ല. പ്രൈസ് ലോർഡ്. എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ ഓടുകയാണ്. പ്രൈസ് ലോർഡ്. എനിക്കുണ്ടായിരുന്ന 9.5 കോടി രൂപ ഞാൻ ചപ്പത്തും ചവറന്നും എണ്ണുകയാണ്. കാരണം ഇതൊന്നും രക്ഷയുടെ മുമ്പിൽ ഒന്നുമല്ല. ഇന്ന് പകല് ദൈവമക്കളെ നമ്മൾ താഴ്മയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഇന്ന് നമുക്കുള്ളത് ഒന്നുമേ അല്ല. ഇതൊക്കെ ചപ്പാണ്, ചവറാണ്. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നിൻ്റെയൊക്കെ പുറകെ നമ്മൾ ഓടുകയാണ്. നമ്മൾ പലതിൻ്റെയും പുറകിൽ ഓട്ടപ്പാച്ചിലാണ്. പക്ഷേ തിരിഞ്ഞൊന്ന് നോക്കണം, നമ്മൾ എവിടെ കിടന്നവരാണ്. പക്ഷേ ഇന്ന് നമുക്ക് ദൈവം തന്ന രക്ഷയെ ഓർത്ത് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്പ ദിവസം കൊണ്ട് ചില വ്യക്തികൾ ദൈവസന്നിധിയിൽ വരുന്നത് കാണാൻ, രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ അവർ പെട്ടെന്ന് വിടുതൽ പ്രാപിക്കും. പെട്ടെന്ന് അവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ നിഷ്കളങ്ക ഹൃദയത്തോടെ, അതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ നിഷ്കളങ്ക ഹൃദയമുള്ളവനായിരിക്കണം, നിന്റെ ഹൃദയം നിഷ്കളങ്കമാകണം. പ്രൈസ് ദി ലോർഡ്. ആ നിഷ്കളങ്ക ഹൃദയത്തോടെ അവർ ദൈവസന്നിധിയിൽ വന്ന് അവർ പറയുന്ന ദൂതെല്ലാം കൂടെ അങ്ങ് ചാടി അങ്ങോട്ട് പിടിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര വലിയ ദൂത്, ഏത് ദൂത് പറഞ്ഞാലും അവരങ്ങോട്ട് ആരാധിക്കും, അവരങ്ങോട്ട് അതിനെ സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്, ആമേൻ ആമേൻ എന്ന് പറയും. ഇത് എനിക്കുള്ള ദൂതാന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ചാടി പിടിക്കാനിടയാകും. അവർ തീക്ഷ്ണമായിട്ട് വരും. രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഒരുങ്ങി, പിന്നെ ഇന്ന് എനിക്ക് ആരാധനയ്ക്ക് പോകണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെങ്കിലും, ഇടിയും മിന്നലും മഴയാണെങ്കിലും ഇന്ന് ഞാൻ ആരാധന മുടക്കത്തില്ല. നമ്മൾ പലരും ആരാധന എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കാൻ പറ്റുമെന്ന് നോക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഒരു ഞായറാഴ്ച ദിവസം ആരെങ്കിലും വന്ന് കല്യാണം വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ബന്ധുക്കളൊന്ന് വീട്ടിൽ വരികയാണെന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ ബന്ധുക്കൾ വരിക ഞായറാഴ്ച ദിവസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എല്ലാത്തിനും വേണ്ടി എങ്ങനെയെങ്കിലും ആരാധനയെ മുടക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എബ്രായർക്കെഴുതിയ ലേഖനം പറയുന്നത്, നിങ്ങൾ ആരാധനകൾ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ ആരാധനകളെ ഉപേക്ഷയായി വിചാരിക്കുമ്പോൾ ആത്മീക ജീവിതത്തെ ഗൗരവമായി കാണാത്തവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകത്തില്ല. 20 വർഷം അല്ല 50 വർഷം വന്നിരുന്നാലും അവരവിടെ തന്നെ ഇരിക്കും. പക്ഷേ കോംപ്രമൈസ് ഒന്നും എനിക്ക് വെക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ഞാൻ വിശുദ്ധ ആരാധന ദിവസം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ അധ്വാനിച്ച് നടന്നെങ്കിൽ ആ ഒരാഴ്ച എനിക്ക് എൻ്റെ ദൈവസന്നിധിയിൽ പോകാൻ പറ്റിയില്ല. എനിക്ക് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് ദൈവമക്കളെ, ചെറുപ്പക്കാരായ കൊച്ചു പിള്ളേരായിരിക്കുന്നവരെ എല്ലാവരോടും ഞാൻ പറയും, നിങ്ങളുടെ വിദ്യാഭ്യാസം എത്ര പഠിച്ചാലും എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും ജോലി കിട്ടണമെങ്കിൽ ഇന്ന് പകല് ദൈവത്തിൻ്റെ കൃപ നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ ദൈവകൃപ നിന്റെ കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നല്ലൊരു വിവാഹ ജീവിതം വേണമെങ്കിൽ ദൈവകൃപ, ദൈവത്താലേ അത് സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിനക്കൊരു നല്ല ഭവനം വേണമെങ്കിൽ അത് ദൈവം വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. നിന്റെ ജീവിതത്തിലെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈ ദൈവമാണ്. ഈ ദൈവത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഈ ദൈവത്തെ അറിയാത്തിടത്തോളം കാലം, ഈ ദൈവത്തെ മഹത്വപ്പെടുത്താത്തിടത്തോളം കാലം ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ദൈവ സാന്നിധ്യം പെട്ടകം കൊണ്ടുപോയ വഴിയിൽ പെട്ടെന്ന് ഒരു പ്രശ്നമുണ്ടായി. എന്ത് ചെയ്തു? ഉസ അന്ന് തൊട്ട് ഉടനെ തന്നെ തട്ടിപ്പോയി. ഉസ എന്ന് പറയുന്ന വ്യക്തി ഈ പെട്ടകത്തെ കയറി പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ അപ്പം തന്നെ മരിച്ചുപോയി. ഒരു മരണം സംഭവിച്ച സംഭവമാണ്. അപ്പം തന്നെ ദാവീദും കൂട്ടരും പെട്ടകത്തെ വിട്ടിട്ട് ഓടിക്കളഞ്ഞു. സ്തോത്രം. പേടിച്ചുപോയി, ഭയന്നു പോയി. ഉസ ചെന്ന് എന്ത് ചെയ്തു? തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ഹൃദയം ശുദ്ധിയില്ലാത്തവൻ ചെന്ന് ദൈവമായിട്ടൊരു ഗർവത്തിൽ, അഹങ്കാരത്തിൽ, നിഗളത്തിൽ ചെന്ന് അങ്ങ് തൊട്ടപ്പം തട്ടിപ്പോയി. അപ്പോഴാണ് ഈ പെട്ടകം എന്ത് ചെയ്തു? ഓബേദിന്റെ ഭവനത്തിൽ എത്തിയത്. ഹല്ലേലൂയ. പക്ഷെ അവിടെ ഒരു മരണം നടന്നില്ല. വേറൊരു ആൾക്കൊരു മരണം നടന്നു. പക്ഷേ ഓബേദിന്റെ ഭവനത്തിൽ മരണമല്ല നടന്നത്, ജീവനാ വെളിപ്പെട്ടത്. 1000 ഇരട്ടി അനുഗ്രഹം. 3 മാസം കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ വലിയ പ്രസിദ്ധി ഉണ്ടായി. ഈ പെട്ടകം അകത്തിരുന്ന് പെട്ടകത്തെ വേണ്ട രീതിയിൽ അങ്ങോട്ട് ഗൗനിച്ചപ്പോൾ പെട്ടെന്ന് ഇവരുടെ വീടിന്റെ പേര് തന്നെ വലിയൊരു ശ്രുതി പരന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ന് പറയുക, നിന്റെ പേര് പ്രസിദ്ധമാകണമെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിക്കുന്നവനാണെങ്കിൽ, ഗൗനിക്കേണ്ട രീതിയിൽ ഗൗനിക്കുന്നവനാണെങ്കിൽ നീ ഒരിക്കലും അകത്ത് ഒതുങ്ങിപ്പോകത്തില്ല. നിന്റെ പേര് ശ്രുതി പടരും, നിന്റെ വീട് ശ്രുതി പടരും, നീ പട്ടണത്തിൽ അറിയപ്പെടും, രാജ്യത്തിൽ അറിയപ്പെടും. നിന്നെ ദൈവം അനുഗ്രഹിച്ചത് രഹസ്യമായിട്ടല്ല,
നിന്റെ ഭവനത്തിനകത്ത് പെട്ടകം ഇരിക്കുന്നു. നിന്റെ ഭവനത്തിനകത്ത് ഇരിക്കുന്ന പെട്ടകം മുഖാന്തരം നിനക്ക് മരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ജനം ഇരിക്കുമ്പോൾ അതിന് പകരം അവിടെ അനുഗ്രഹം വെളിപ്പെടുകയാണ്. കാരണം ജീവനുള്ള ദൈവത്തെ അവർ നന്നായിട്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ, എൻ്റെ ഭവനത്തിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്, ജീവനുള്ള ദൈവം എൻ്റെ ഭവനത്തിനകത്തുണ്ട്, ഞാൻ രാവും പകലും ഈ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ഭാഗ്യവാനാണ് ഈ ദൈവത്തെ അറിയുവാൻ, ഈ ദൈവം എൻ്റെ വീട് സന്ദർശിപ്പാൻ, ഈ ദൈവത്തെ ഒന്ന് അറിയുവാനും എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഒന്ന് വരുവാനും ഞാൻ എത്ര ഭാഗ്യം ചെയ്തവനാണെന്നുള്ള ബോധമുണ്ടായപ്പോൾ അവൻ വഹിക്കുന്ന ദൈവ സാന്നിധ്യം അവനെ പ്രസിദ്ധനാക്കുകയാണ്, അവന്റെ ഭവനത്തെ പ്രസിദ്ധമാക്കുകയാണ്. ഇന്ന് പകൽ ആത്മാ പറയുകയാണ്, നീ എത്ര വർഷം ക്രിസ്ത്യാനിയാണെന്നുള്ളതല്ല, യേശുവിനെ നന്നായിട്ട് ആരാധിക്കാൻ, സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ, ഈ ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്ക ഹൃദയത്തോടെ നടപ്പാൻ നീ ആരംഭിക്കുമ്പോൾ നിന്റെ ഭവനം ഒതുങ്ങിയിരിക്കത്തില്ല, നിന്റെ തലമുറ ഒതുങ്ങിയിരിക്കത്തില്ല, നീയും നിന്റെ കുടുംബവും ഇന്ന് പകല് അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ പേര് വെളിപ്പെടാൻ പോകുന്നു, നീ ശ്രുതി പടരാൻ പോവുകയാണ്. ഞാൻ നിന്റെ തലമുറയെ പുറത്ത് കൊണ്ടുവന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു, നിന്റെ ഭവനത്തെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. രാവും പകലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാതെ വിടത്തില്ല. ഇന്ന് പകൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റാൻ പോകുന്നു, ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും. ശ്രുതി പടർത്തുന്ന ദൈവം, ശ്രുതി പടർത്തുന്ന ദൈവം, പേരിനെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ദൈവത്തെ നന്നായിട്ട് ആരാധിച്ചവരെല്ലാവരുടെയും പേര് ലോകമറിഞ്ഞിട്ടുണ്ട്. ദാവീദ് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദാവീദിനെ ദൈവം രാജാവാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ച ദാവീദിനെ ദൈവം അഭിഷിക്തൻ എന്ന് പറഞ്ഞു. ഇവൻ എന്റെ അഭിഷിക്തനാണ്, ഇവൻ എന്റെ സുഹൃത്താണ്, പ്രൈസ് ദി ലോർഡ്, എന്റെ ഹൃദയം അറിയുന്നവനാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാധിക്കുന്നവനെ ദൈവം വെറുതെ വിടത്തില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ. അദ്ദേഹം 11 ദിവസം കണ്ടിന്യൂസ് ആന്ധ്രാപ്രദേശിൽ ആരാധിച്ച് മഴയില്ലാത്ത സ്ഥലത്ത് മഴ പെയ്യിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 11 ദിവസം, എത്രയോ വർഷം മഴയില്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് 11 ദിവസം കണ്ടിന്യൂസ് അങ്ങോട്ട് വർഷിപ്പ് ചെയ്തു. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ 11ാമത്തെ ദിവസം ഭയങ്കര ഇടിവെട്ടി മഴ പെയ്യുകയാണ്. നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി ഇതെങ്ങനെ സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തൻ വന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിച്ചപ്പോൾ ദേശത്തിന്റെ ആ ആകാശത്തിലെ ചെമ്പ് പോലെ ഇരുന്ന ആകാശം അങ്ങ് മാറി സ്വർഗം തുറന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. നീ രാപകലില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന വീടാണ് നിന്റെതെങ്കിൽ ഒരു മന്ത്രവാദവും ആവിചാരവും ഒരു ശാപവും നിന്നെ പറ്റുകയില്ല, എല്ലാം കത്തി കരിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗം നിന്നെ തൊടുകയില്ല. സ്തുതിച്ചോണ്ട് നടക്കണം, വീട്ടിനകത്ത് സ്തുതിച്ചോണ്ട് നടക്കണം, അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കണം. ഈ പെട്ടകം ഇന്ന് വെളിയിലല്ല ഇരിക്കുന്നത്, ഈ പെട്ടകത്തിനകത്ത് അന്ന് പഴയ നിയമത്തിൽ ഇരുന്ന ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് നിന്റെ ശരീരത്തിലിരിക്കുക, നിന്റെ ഉള്ളിലിരിക്കുക, നീ അതിനെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് പകൽ ഗ്ലോറി നിന്റെ അകത്തിരിക്കുക, മഹത്വം നിന്റെ അകത്തിരിക്കുകയാണ്. ഇന്ന് പകല് നീയാണ് പെട്ടകം, നീ ഒരു പെട്ടകമാണ്, ദൈവത്തിന്റെ പെട്ടകമാണ്. നീ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിക്കുന്നവനാണ്. പഴയ നിയമത്തിൽ പുറത്തിരുന്ന ദൈവ സാന്നിധ്യം ഇന്ന് അകത്ത് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുകയാണ്. നീ അതിനെ ഗൗരവിക്കണം, നീ അതിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാ പറയുന്നത്, സ്തുതിക്കണം, അന്യഭാഷ പറയണം, ആരാധിക്കണം, വചനം ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വായി തുറന്ന് നല്ല വർത്തമാനങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് പറയാൻ തുടങ്ങുമ്പോൾ ഇന്ന് പകല് നിന്റെ ഭവനം സ്വർഗമാകാൻ പോവുകയാണ്, സ്വർഗമാകാൻ പോകുന്നു. നിന്റെ വീടൊരു സ്വർഗമാകണമെങ്കിൽ ഇന്ന് പകൽ അഭിഷേകം വഹിക്കുന്ന പെട്ടകങ്ങളായി ഓരോ വ്യക്തികൾ വീട്ടിനകത്ത് തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ അന്യഭാഷയുടെ വർത്തമാനങ്ങൾ നിന്റെ വായിൽ നിന്ന് വിളിച്ചു പറയുവാൻ, സന്തോഷത്തിന്റെ വർത്തമാനം, ഓ ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പെട്ടകം ഇന്ന് നിന്റെ അകത്തിരിക്കുക. സ്തോത്രം. എത്ര പേരുടെ അകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? ഒരു മനുഷ്യന്റെ ഭവനത്തിനകത്ത് പെട്ടകം എന്ന് പറഞ്ഞ ഇതിനകത്ത് ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവത്തിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടെന്ന് ഫെയ്ത്തില്, വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. അകത്തല്ല, അന്ന് മനുഷ്യന്റെ അകത്തല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വെളിയിലിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ആ പെട്ടകത്തിനകത്ത് അന്നുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം ഇടിവെട്ട് പോലെ നിന്റെ അകത്തിരിക്കുകയെന്ന്, ഇടിമിന്നൽ പോലെ നിന്റെ ഉള്ളിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ സർവശക്തനായ ദൈവം നിന്റെ ഉള്ളിൽ ഇപ്പോഴിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ വായിൽ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണം,
നീ സ്തുതിച്ചുകൊണ്ടിരിക്കണം, നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. നിന്റെ കണ്ണുകൾ തീയാണ്, നിന്റെ കരങ്ങൾ തീയാണ്. നീ മിറക്കിളാണ്, ഒരു അത്ഭുതമാണ്. നിന്റെ ഭവനം വിശുദ്ധമാണ്. നീ ആ ഭവനത്തിനകത്ത് നീ ഒരു വിശുദ്ധമായ വ്യക്തിയാണ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതിന് എത്ര പഴയ നിയമ വിശ്വാസികൾ ആരാധിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾ ആരാധിക്കേണ്ടവരാ. ദാവീദ് ആരാധിച്ചതുപോലെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലുള്ള ഒരു മനുഷ്യനും കിട്ടാത്തതൊക്കെ നമുക്ക് ദൈവം ഈ പുതിയ നിയമത്തിൽ തന്നിരിക്കുകയാണ്. അവർക്കൊന്നും അന്യഭാഷ കിട്ടിയിട്ടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർക്കൊന്നും ഈ അന്യഭാഷ ഇല്ല. അവരാരും ഭൂതങ്ങളെ പുറത്താക്കിയില്ല, അവരാരും രോഗികളെ സൗഖ്യമാക്കിയില്ല. അവർക്ക് വല്ലപ്പോഴും ഒരിക്കൽ ഏതെങ്കിലും പ്രവാചകന്മാർ വന്ന് പറയുന്ന ഒറ്റ ദൂത് മാത്രമേ കേട്ടിട്ടുള്ളൂ. വല്ലപ്പോഴും ആണ്ടിലൊരിക്കലേ ദൈവമായിട്ടൊരു ബന്ധമുള്ളൂ. പക്ഷെ ഇന്ന് ദിനം പ്രതി നീ ദൈവത്തിന്റെ മഹത്വത്തെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. നിന്റെ അകത്ത് ആ ദൈവം വസിക്കുകയാണ്. നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. അതുകൊണ്ട് നിന്റെ വീട് നീ അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ ചിന്തിക്കുന്നതിനും 1000 മടങ്ങ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, ഞാനൊരു അനുഗ്രഹമാണ്. ഞാൻ നോക്കുന്നിടം അനുഗ്രഹമാണ്, ഞാൻ വസിക്കുന്നിടം അനുഗ്രഹമാണ്, ഞാനൊരു അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ചെങ്കടലിനെ വിഭാഗിച്ചത്. ഈ ദൈവ സാന്നിധ്യമാണ് യോർദാനെ വിഭാഗിച്ചത്. ഈ ദൈവ സാന്നിധ്യമാണ് യെരിഹോം തകർത്തത്. ഈ ദൈവ സാന്നിധ്യമാണ് പെരുത്ത മീൻകൂട്ടം ഉണ്ടാക്കിയത്. ഈ ദൈവ സാന്നിധ്യമാണ് മരിച്ചു കിടന്ന ലാസറിനെ പുറത്തു കൊണ്ടുവന്നത്. ഈ ദൈവ സാന്നിധ്യമാണ് ഹല്ലേലൂയ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയത്. ഈ ദൈവ സാന്നിധ്യമാണ് പ്രൈസ് ദി ലോർഡ് സൂര്യനെ ചന്ദ്രനെ പിടിച്ചു നിർത്തിയത്. ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ സാധാരണ വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് കിടക്കുന്ന ഈ അഭിഷേകമാണ് ഈ ബൈബിളിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സകല കാര്യവും ചെയ്ത ആ അഭിഷേകം നിന്റെ അകത്ത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നീ ഒരു അത്ഭുതമാണ്. നമ്മൾ പറഞ്ഞാട്ട് എല്ലാവരും പറഞ്ഞാട്ട് എൻ്റെ കരം ഒരു അത്ഭുതമാണ്, എൻ്റെ കരങ്ങൾ ഒരു അത്ഭുതമാണ്. ആ കരങ്ങളെ ഒന്ന് നോക്കി പറ, എൻ്റെ കരങ്ങൾ ഒരു അത്ഭുതമാണ്, ഞാനൊരു അത്ഭുതമാണ്. ഞാൻ പറയുന്ന വാക്ക് സംഭവിക്കപ്പെടും. ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ശപിക്കപ്പെട്ട വ്യക്തിയല്ല, ഞാൻ പാപിയല്ല, ഞാൻ വിശുദ്ധനാണ്. കാരണം വിശുദ്ധയായ ആ ദൈവത്തിന്റെ ഗ്ലോറി ഞാൻ വഹിക്കുകയാണ്. ആ മഹത്വത്തെ ഞാൻ ക്യാരി ചെയ്യുകയാണ്. ഞാൻ എവിടെ പോയാലും ആ ദേശം, പട്ടണം, ഭവനം, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ട പറ്റൂ. കാരണം അത്ഭുതം സംഭവിച്ചേ മതിയാകൂ. കാരണം ഞാൻ വഹിക്കുന്ന അഭിഷേകം ക്രിസ്തുവിന്റെ ആത്മാവ്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ആത്മാവ് എന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ 3 മാസം കൊണ്ടല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഓബേദ് ഏദോം എന്ന് പറയുന്ന 3 മാസം എടുത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ. മറ്റൊരു പാർട്ടി 20 വർഷമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടില്ല. പക്ഷേ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അന്ന് മുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. 3 മാസം കഴിഞ്ഞല്ല നിന്റെ വിടുതൽ, നാളെയല്ല നിന്റെ വിടുതൽ, 7 മാസം കഴിഞ്ഞല്ല വിടുതല്. പഴയ നിയമ പ്രവാചകന്മാർ ഒരുപക്ഷെ പറയും 7 മാസം കഴിഞ്ഞൊരു വിടുതല്, 2 മാസം കഴിഞ്ഞൊരു ലക്ഷറി വാഹനം കിട്ടും. അങ്ങനെയല്ല വചനം പറയുന്നു. വിശ്വസിക്കുന്ന ആ നിമിഷം നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിനക്കുള്ളതെല്ലാം തരുവാൻ ശക്തമെന്ന് നീ വിശ്വസിച്ചാൽ ഈ ദൈവത്താൽ അസാധ്യമായതൊന്നുമല്ല. എന്റെ ദൈവം 7 മാസം 3 മാസം കഴിഞ്ഞല്ല അനുഗ്രഹിക്കുന്നത്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ സീസൺ ആരംഭിച്ചിരിക്കുന്നു. നാളെയല്ല, ഓൾറെഡി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നവൻ ഒരിക്കലും ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഗ്ലോറി ഇറങ്ങിയിട്ട് ആ തേജസ് നമ്മുടെ അകത്തുണ്ടെങ്കിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം ആത്മാവിൽ നടക്കുന്നവന് മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. ജഡത്തിൽ ജീവിക്കുന്നവൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കത്തില്ല. എപ്പോഴും ടിവിയും കണ്ട് സീരിയലും കണ്ടിരിക്കുന്നവനല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭവനം എന്ന് പറയുന്നത് സ്വർഗമാക്കാൻ നിനക്ക് പറ്റും, നരകമാക്കാൻ നിനക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമും സാറേ അനുഗ്രഹിക്കപ്പെട്ട അവർ പ്രാർത്ഥിക്കുന്നവരാ. അബ്രഹാം ഭയങ്കര അഭിഷിക്തനാ. അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ഒരു പ്രശ്നവും ഇല്ല.
ആർക്കായിരുന്നു പ്രശ്നം? സാറയ്ക്കായിരുന്നു പ്രശ്നം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. സാറായി എന്നൊരു പേര് സാറയ്ക്കുണ്ടായിരുന്നു. അതായത് സാറായി, എന്താണ് സാറായി? ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ, സാറായി. വീട്ടിനകത്ത് സാറായി, മനസ്സിലായോ? അബ്രഹാമിന്റെ സാറായി മാറി പുള്ളിക്കാരി. അബ്രഹാമിനെ പഠിപ്പിക്കുന്നവളായി മാറി. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ടീച്ച് ചെയ്യുന്നവളായി മാറിയപ്പോൾ ദൈവം പറഞ്ഞു സാറായി എന്ന് പറയുന്ന അതങ്ങ് മാറ്റി സാറ മതി, ഐ അങ്ങ് വെട്ടാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞിട്ട് ഐ അങ്ങ് വെട്ടി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിലെ ആ ദൈവഭവനത്തിനകത്ത് വിടുതൽ സംഭവിക്കാത്തതിന് കാരണം എന്ത് ചെയ്യുക? ഇപ്പോൾ ചിലപ്പം ചില വീടുകളിൽ പോകുമ്പോൾ ഈ പ്രായത്തിൽ കുറഞ്ഞ 2 വയസ്സ് പ്രായമുള്ള ആള്, ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ പ്രായമൊന്നും ഒരു വിഷയമല്ല. 2 വയസ്സ് പ്രായമുള്ള ആളായിരിക്കും കല്യാണം കഴിക്കുന്നത്. പ്രായം കുറഞ്ഞ ആളായിരിക്കും, ഭാര്യയ്ക്ക് 2 വയസ്സ് മൂത്തതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ഈ പേര് വിളിക്കുന്ന ലേഡീസ് എല്ലാം, സ്ത്രീകളൊക്കെ ഈ ഭർത്താക്കന്മാരെ പേര് വിളിച്ചൊക്കെയാണ് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിൻ്റെ പേരങ്ങ് വിളിക്കും. മാത്തുക്കുട്ടി ഇഞ്ഞ് വാ എന്ന് വിളിക്കും. നമ്മൾ വിചാരിക്കും വെളിയിലിരിക്കുന്ന വേലക്കാരനെ വിളിക്കുകയാണ്, നോക്കുമ്പോൾ ഭർത്താവിനെയാണ് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് ഒരല്പം കുറച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പെണ്ണായതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ വിളിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ബൈബിളിൽ അങ്ങനെ ഇല്ല. ഹല്ലേലൂയ. ചില കുടുംബങ്ങളൊക്കെ നശിക്കാൻ കാരണം പലരും സാറാവുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ സാറാവാനല്ല വിളിച്ചത്. അതുകൊണ്ടാണ് 1 പത്രോസ് 3-ാം അധ്യായത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് എപ്പോൾ ആ സാറയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നീട് സാറയ്ക്കൊരു മാനസാന്തരം ഉണ്ടായി. ഹല്ലേലൂയ. എന്ന് വായിക്കാം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം എന്ന് പറയുന്നതേ ഈ സാറയായിരുന്നു. ഇവർ സാറായി കൊണ്ട് അവിടെ എല്ലാ അഭ്യാസവും നടത്തി അബ്രഹാമിനെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് തലമുറയൊക്കെ ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു സ്ത്രീ അനുഗ്രഹിക്കപ്പെടുന്നത്, പ്രൈസ് ദി ലോർഡ്, കുറെ മുന്നോട്ട് വായിക്കാൻ പോകരുത്. അലങ്കാരം, പൊന്നണിയുന്നതോ നിങ്ങളുടെ അലങ്കാരമോ നിങ്ങളുടെ മുടി പിന്നുന്നതോ ഇതൊന്നുമല്ല, ഈ അക്ഷയഭൂഷണങ്ങളൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാളും വലുത് സാറ ഒരിക്കൽ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അഡോണായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യജമാനനെ എന്ന് വിളിച്ച് താഴ്ന്ന ആ ദൈവഭയത്തോടെ ഭക്തിയോടെ നടന്നാൽ നീയും സാറയെ പോലെ വാഗ്ദത്തം പ്രാപിക്കുക. അതായത് അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ രാവകൽ വചനം ബൈബിൾ വായിച്ചുകൊണ്ട് നടന്നതുകൊണ്ടോ നമ്മൾ പ്രസംഗിച്ചതുകൊണ്ടോ സുവിശേഷം പറഞ്ഞതുകൊണ്ടോ ഒരു സ്ത്രീകളും സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് ഒറ്റ വാക്കി പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭവനത്തിനകത്ത് കീഴ്പ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ സാറാകാൻ നോക്കരുത്, പിന്നെ അവിടെ പഠിപ്പിക്കാൻ നോക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നോക്കുന്നിടത്ത് ബ്ലെസ്സിങ് അല്ല. അപ്പൊ ഈ ഭവനം, ഈ ഓബേദിന്റെ ഭവനം അങ്ങനെ ഒരു ഭവനമല്ല. ഒരു ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഭർത്താവ് തലയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഭാര്യ വാലല്ല. നമ്മൾ ഒരു സ്ത്രീയെ ദൈവം എടുത്തത് കാൽപാദത്തിൽ നിന്നല്ല, ചവിട്ടി മെതിക്കാൻ കാൽപാദത്തിൽ നിന്നല്ല. ഈ സ്ത്രീയെ എടുത്തത് തലേന്നല്ല. ഏത് സ്ത്രീകളെയും നമ്മൾ പുരുഷനെയും കൂടെ നോക്കുമ്പോൾ 2 ഇഞ്ചെങ്കിലും താഴ്ന്നു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊക്കം. അതല്ലേ എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെക്കാളും പൊക്കമുള്ള സ്ത്രീകളെ നമ്മൾ കിട്ടാറുണ്ടോ? ഇവിടെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മളെക്കാളും പൊക്കം കൂടിയ ഒരു സ്ത്രീയും കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും പുരുഷന്മാർ നടന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ? അതാണ് ഒരു ദൈവത്തിന്റെ വചന വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവിടെ കർത്താവ് യേശുക്രിസ്തു ആക്കി വെച്ചിരിക്കുന്ന ഒരു തല ആയ ഒരു വ്യക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് നിന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവനായിരിക്കാം, സൗന്ദര്യമില്ലാത്തവനായിരിക്കാം, ഊതിയ പറന്നു പോകുന്നവനായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലാത്തവനായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവും ഭാര്യയും
ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവഭയത്തോടെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഹല്ലേലൂയ വചനം വായിച്ചും പ്രാർത്ഥിച്ചും എൻകറേജ് ചെയ്യും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ ആ ഭവനം ഓബേദിന്റെ ഭവനത്തേക്കാൾ 1000 മടങ്ങ് ഈ നാടുകൾ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ അഭിഷേകത്തെ നീ തിരിച്ചറിഞ്ഞ് ഗൗരവമായി ചിന്തിക്കണം. എൻ്റെ ഉള്ളിലൊരു രക്ഷ ഞാൻ കണ്ടിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവം ഇരിക്കുകയാണ്, പിശാചല്ല എൻ്റെ ഉള്ളിലിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉള്ളിൽ അഭിഷേകം ഞാൻ വഹിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അഭിഷേകം എൻ്റെ അകത്തുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് പരസ്പര ബഹുമാനം ഉണ്ടാകണം, പരസ്പര അംഗീകാരം ഉണ്ടാകണം, പരസ്പരം താങ്ങുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഭവനത്തിനകത്ത് സ്വർഗം ഇറങ്ങാനിടയാകും. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ പെട്ടകമുണ്ട്, നമ്മൾ ദൈവസാന്നിധ്യം ഉണ്ട്, നമ്മൾ രാവിലെ ചില ആൾക്കാർ രാവും പകലും ഇല്ലാതെ വചനം വായിച്ചുകൊണ്ടിരിക്കും. ഒരേ ബൈബിൾ വായനയാ. ഈ അകത്ത് പോയ വചനമൊന്നും വെളിയിൽ വരുന്നില്ല. ജീവിതത്തിൽ ഈ വചനമില്ല. ഒരുപാട് നമ്മൾ ഓവറായിട്ട് വചനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം നികളൊക്കെ അങ്ങ് കയറി നമുക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പഠിപ്പിക്കാൻ തോന്നും. നമ്മൾ എന്തൊക്കെ ഉള്ളിലായെന്ന് അങ്ങ് ചിന്തിക്കും. ബൈബിൾ വായിക്കുന്നവരാ, പക്ഷേ സ്തോത്രം അനുസരണമില്ല, ദൈവഭയമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആദ്യം നമുക്ക് വേണ്ടത് ബൈബിൾ വായന. 48 മണിക്കൂർ ബൈബിൾ വായനയല്ല. നിന്റെ അകത്ത് ഒരു വചനം മതി, പക്ഷെ നിന്റെ ഉള്ളിലൊരു ദൈവഭക്തി വേണം, ഭയം വേണം, നിർമ്മലത വേണം, സൗമ്യത വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതല്ല വചനം പറയുന്നത്, അതിലൊന്നും അല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ വെളിയിലുള്ള സൗന്ദര്യത്തിലല്ല, നിന്റെ ഹൃദയത്തിനകത്തൊരു സൗന്ദര്യം വേണം. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു താഴ്മ വേണം, നിനക്കൊരു സൗമ്യത വേണം, നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഹൃദയത്തിനകത്ത്, ആ ഭവനത്തിനകത്ത് ഐക്യത ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഐക്യതയ്ക്കകത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഹല്ലേലൂയ. വലിയ വിഷയം. ഒരു കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആദ്യം വേണ്ടത് ആ ദൈവ വ്യവസ്ഥയിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവിക വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ ആ ദൈവിക വ്യവസ്ഥയിലോട്ട് നമ്മൾ എപ്പോഴാണ് കയറുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹിക്കപ്പെടും. നമ്മൾ 48 മണിക്കൂർ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ടോ, ഫാസ്റ്റ് ചെയ്തതുകൊണ്ടോ, പ്രാർത്ഥിച്ചത് കൊണ്ടോ, വചനം വായിച്ചത് കൊണ്ടോ അല്ല ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തരായിരിക്കുന്നുണ്ട്, അങ്ങനെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഒരു ഭവനം പ്രാന്താലയമാകരുത്, ഒരു ഭവനം ഒരു സിനിമാശാലയാകരുത്. ചില വീട്ടുകാരുണ്ട്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വിളിച്ചിങ്ങനെ ഭർത്താവ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ ചാടി വീഴുന്ന ഈ പെണ്ണ് എന്ത് ചെയ്യും, ബാഗും എല്ലാം റെഡിയാക്കി നേരെ അങ്ങ് വീട്ടിൽ പോകും. നേരെ അങ്ങ് വീട്ടിൽ ചെന്നിട്ട് പറയും, അങ്ങേര് എന്നെ അടിച്ചു. ഉടനെ അപ്പനും അമ്മയുടെ സ്വഭാവം മാറും. അവർ പറയും, ഞാൻ പഠിപ്പിച്ച് നന്നാക്കി രക്ഷപ്പെടുത്തി, ഇത്രയും നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തി, അവനെ നിന്നെ അടിക്കാനും ഉപദ്രവിക്കുവാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. ഇപ്പം തന്നെ നമുക്ക് ചോദിക്കാം. ഉടനെ ആൾക്കാരെയും കൊണ്ട് അവിടെ ചെല്ലും. അവിടെ ചെന്ന് അടിയും ബഹളവും പ്രശ്നവും. നമുക്ക് വക്കീലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം ഞാൻ ഒരു മാതാവിൻ്റെ ഭവനത്തിൽ പോയപ്പോൾ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ചെന്നിരിക്കുക. അപ്പോഴുണ്ട് അവരുടെ മകൾ അവിടെ വന്നു. ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പിന്നെ അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? അത് ഹസ്ബൻഡുമായിട്ട് ചെറിയ വിഷയത്തിൽ ഭാഷ വന്നിരിക്കുകയാണ്. ഇവള് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഭാഷയും കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് എന്നെ കൂടെ വിളിച്ച് ഞങ്ങളെ ആ അമ്മച്ചി ഞാനും കൂടെ പോയി ഈ പെൺകുട്ടിയും കൊണ്ടുപോയി. അപ്പോൾ എന്താ ചെറിയൊരു അടി എന്തോ കൊടുത്തതാണ്. അവൻ ഒരടി കൊടുത്തു. അവരെ അവിടെ നേരെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് പറഞ്ഞു, മരുമോനെ എന്ന് പറഞ്ഞു വിളിച്ച് വെളിയിറക്കിയിട്ട് പറഞ്ഞു, ഒരടിയും കൂടെ കൊടുക്കാൻ പറഞ്ഞു അവർക്ക്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരടിയും കൂടെ അവർക്ക് കൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി അത് പറഞ്ഞത്? കാരണം ഞങ്ങള് അവനെ കെട്ടിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തി വലുതാക്കി കെട്ടിച്ച് വിട്ടത് അവർക്ക് ഇഷ്ടമുള്ളതിൽ ഓടി ഇനി വരാനല്ല. പ്രൈസ് ദി ലോർഡ്. ജീവിതം എന്ന് പറഞ്ഞ കളിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകരം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യത്തിന് മറ്റുള്ളവരെ കഷ്ടത്തിലാക്കരുത്. അപ്പോൾ ഭവനം അനുഗ്രഹിക്കപ്പെടണം, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽ എന്ത് ചെയ്യണം? ദൈവവചന വ്യവസ്ഥയിൽ നമ്മൾ കയറണം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആണും പെണ്ണും എല്ലാം ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് കയറണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നിട്ട് ദൈവ ഭയം നിന്റെ അകത്തുണ്ടാകണം. പ്രൈസ്. പിശാചല്ല നിന്നെ ഭരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പിശാചല്ല നിന്നെ ഭരിക്കേണ്ടത്, ദൈവാത്മാവ് നിന്നെ ഭരിക്കണം. പ്രൈസ്. ദൈവാത്മാവ് ഭരിക്കുന്നിടത്ത് അനുഗ്രഹം വെളിപ്പെടാൻ പോവുക. ഇന്ന് പകൽ നീ ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചത് കൊണ്ടായില്ല, ബൈബിൾ വായിച്ചത് കൊണ്ടായില്ല, വചനം പറഞ്ഞത് കൊണ്ടായില്ല. ഇന്ന് പകൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ചലിക്കണമെങ്കിൽ, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്നെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ, കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന നിലവാരത്തിൽ നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഏറ്റവും പ്രശ്നം നമുക്ക് ദൈവഭയം ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വീണ്ടും വരുമെന്നുള്ള ചിന്ത നമുക്കില്ല. ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്നുള്ള ചിന്ത നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. എന്നെ ആരും ഭരിക്കരുത്, എന്നെ ആരും ഉപദേശിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ആരും ഒന്നും പഠിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ജീവിച്ചത്, എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. നമ്മൾ ദൈവാത്മാവുള്ളവരല്ല. ദൈവമക്കളെ, പുതിയ ദൈവത്തിന്റെ വചനം പറയും, നിന്റെ മേൽ അഭിഷേകം വരുമ്പോൾ നീ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. നീ ആത്മാവിനെ അനുസരിച്ച് തുടങ്ങിയാൽ നിനക്ക് പണ്ട് സാധിക്കാത്തതൊക്കെ ഇപ്പൊ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പണ്ട് എനിക്ക് ഒരാളിനോട് ക്ഷമിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് തിരിച്ച് പറഞ്ഞ് ചെയ്തിട്ടേ കിടക്കത്തുള്ളൂമായിരുന്നു. പക്ഷേ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എന്നെ ഉപദ്രവിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് സ്തോത്രം പറഞ്ഞ് സന്തോഷമായി ചിരിക്കാനും സംസാരിക്കാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പണ്ട് എല്ലാവരുമായിട്ടും എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല, എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് അവരുമായിട്ട് പിന്നെ വിഷയങ്ങളാവും. പക്ഷേ ഇന്ന് എനിക്കത് സാധിക്കും. ഏത് സ്വഭാവമുള്ളവനും ഏത് നിലവാരത്തിൽ ജീവിക്കുന്നവനുമായിട്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ അവനെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൊറുക്കാൻ സാധിക്കും, ഉൾക്കൊള്ളാൻ സാധിക്കും, മനുഷ്യരെ ഉൾക്കൊള്ളാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ മാറ്റങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് പണ്ടത്തെ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇപ്പോഴും ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ക്രിസ്തുവിൽ ജനിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് 1 വയസ്സ് വരെ, 2 വയസ്സ് വരെ, 3 വയസ്സ് വരെയും എന്ത് ചെയ്യും? ആ അപ്പനും അമ്മയും കൊണ്ട് നടന്ന് പല്ല് തേക്കാൻ സഹായിക്കും. 5 വയസ്സായി, 6 വയസ്സായി, ഈ കുഞ്ഞ് സ്വന്തമായിട്ട് ബ്രഷ് എടുക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, പ്രൈസ് ഒന്നും ചെയ്യുന്നില്ല, എഴുന്നേക്കുന്നില്ല. അപ്പോഴും കുഞ്ഞ് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങുന്നില്ലെങ്കിൽ ആ കുഞ്ഞ് മന്ദബുദ്ധി എന്ന് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കലും ഒരാളിനെ നിർബന്ധമായിട്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ ഒരു താല്പര്യം വേണം. ഇന്ന് പകല എൻ്റെ ഉള്ളിൽ ദൈവാത്മാവുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റമല്ല എനിക്ക് ആവശ്യം. എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ല. ഹല്ലേലൂയ. യേശു അങ്ങനെ ആയിരുന്നില്ല. കാരണം യേശുവിൻ്റെ അടുക്കൽ എല്ലാവർക്കും വരാമായിരുന്നു. ലാവണ്യമുള്ള വാക്കുകൾ കർത്താവ് സംസാരിച്ചു. സകല പുരുഷാരവും കർത്താവിനെ കാണാൻ ഓടിക്കൂടി. കാരണം യേശുവിനെ അവർക്ക് ഭയമല്ല ഉണ്ടായിരുന്നത്, അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാൻ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്ര പേർക്ക് നമ്മുടെ അടുക്കൽ വരാൻ പറ്റും? ഹല്ലേലൂയ. നമ്മൾ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ വീട് പിന്നെ നമ്മുടെ പ്രവൃത്തി ഇല്ലാത്ത ക്രിസ്ത്യാനികളായതുകൊണ്ട് ഒറ്റ ആത്മാക്കളെ നമുക്ക് നേടാൻ പറ്റുന്നില്ല. 10-100 തേങ്ങ ഇടുന്ന ഒരു പുരയിടം നമുക്കുണ്ട്. അടുത്ത വീട്ടിലുള്ളവൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ജൈനനോ ബുദ്ധനോ ആകട്ടെ, പ്രൈസ് ദി ലോർഡ്, 100 തേങ്ങ എടുത്ത് നമ്മൾ തന്നെ പിന്നെ അതെല്ലാം ഉപയോഗിച്ച് ഒന്നും ഒരു മനുഷ്യന് കൊടുക്കാത്തവരാണെങ്കിൽ നമ്മൾ പാട്ടും, പിന്നെ വൈകുന്നേരം പാട്ടും പ്രാർത്ഥനയും. അടുത്ത വീട്ടിലുള്ളവനോട് 100 തേങ്ങ ഇടുമ്പോൾ അവൻ അങ്ങനെ നിൽക്കും. അവന് തേങ്ങയില്ല, അല്ലെങ്കിൽ ഒന്നും അരയ്ക്കാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു 5 തേങ്ങ അവന് കൊടുക്കാൻ നീ തയ്യാറായാൽ നീ അടുത്ത ദിവസം അവിടെ ചെന്ന് ഒരു സുവിശേഷത്തിന്റെ പ്രതി കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ സ്റ്റൂൾ ഇട്ട് തരും ഇരിക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. എന്താണ് പെന്തക്കോസ്ത് സഭ വളരാത്തത്? എന്തുകൊണ്ടാണ് ക്രിസ്തീയ ലോകം വളരാത്തത്? നമ്മളാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ദേശത്തിൽ സാക്ഷ്യമുള്ളവരല്ല, കുടുംബത്തിൽ സാക്ഷ്യമുള്ളവരല്ല, സമൂഹത്തിൽ നമ്മൾ സാക്ഷ്യമുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ പള്ളിയിൽ വരുമ്പോഴുള്ള ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങിയാൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് നല്ല സാക്ഷ്യമില്ല. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയുക. വീട്ടിനകത്ത് സാക്ഷ്യമില്ല, വീട്ടിനകത്ത് ബഹളം, വഴക്ക്, പ്രശ്നങ്ങളാ. ഹല്ലേലൂയ. ടെസ്റ്റിമണി നഷ്ടപ്പെട്ട പിന്നെ ദൈവമക്കൾ.
സാക്ഷ്യം നഷ്ടപ്പെട്ട ദൈവമക്കൾ, സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും വഴങ്ങാത്തവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ചവിട്ടി തള്ളുന്ന, ഇങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് പോകുന്ന ആ സ്പിരിറ്റ്, അതാണോ ദൈവത്തിൻ്റെ ആത്മാവുള്ളവര്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞ അനുസരിക്കാത്തവരും കേൾക്കാത്തവരും ദൈവഭയമില്ലാത്തവരും കളിയും ഫോഷ്കും പറയുന്നവരും, പ്രൈസ് ദി ലോർഡ്, തന്നിഷ്ടപ്രകാരം നടക്കുന്നവരും കർത്തൃത്വത്തിന് കീഴ്പ്പെടാൻ മടിയുള്ളവരും, പ്രൈസ് ദി ലോർഡ്, നിന്റെ അകത്ത് അഭിഷേകം വന്നാലും നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പെട്ടകം ഉള്ളിലുണ്ടായിരുന്നിട്ട് കാര്യമില്ല. നിന്റെ അകത്ത് അഭിഷേകം ഉണ്ടെന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അഭിഷേകം നിന്നെ ചേഞ്ച് ചെയ്യും. അഭിഷേകം ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും നിന്നെ പഠിപ്പിക്കും. നിനക്കൊരു പുതിയ ജീവിതത്തെ പരിശുദ്ധമോ തരാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് ഞാൻ എൻ്റെ സഹോദരനൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ ചെന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ അവനെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, അവനെ വെളിയിൽ നിന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? പിശാചായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വെറുപ്പാണ്, ഇറിറ്റേഷനാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നവനാണോ പ്രശ്നം, ഈ വന്ന് പറയുന്ന ആൾക്കാണോ പ്രശ്നം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട സമയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരാൾക്ക് ഭയങ്കര പ്രശ്നം, ഇറിറ്റേഷൻ വരിക, വെറുപ്പ് വരിക. പ്രാർത്ഥിക്കുന്നവനാണോ പ്രശ്നം, ഈ ഇറിറ്റേഷൻ ഉള്ളവനാണോ പ്രശ്നം? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ദൈവമക്കളെ, നമ്മളെ കുടുംബം സ്വർഗമാക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആരെയും നിർബന്ധിച്ച് സുവിശേഷം പറയരുത്. ആരോട്? നിങ്ങളുടെ ജീവിതം കണ്ട്, നിങ്ങളുടെ സൗമ്യത കണ്ട്, നിങ്ങളുടെ ഭയഭക്തി കണ്ട്, നിങ്ങളുടെ അനുസരണം കണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളും യേശുവിനെ അറിയുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പ്രൈസ്, ലക്ഷക്കണക്കിന് സഭകളുണ്ട്, ലക്ഷക്കണക്കിന് പേര് അന്യഭാഷ പറയുന്നവരുണ്ട്, രാപകൽ വചനം ധ്യാനിക്കുന്നു. ഇതിലൊന്നും ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ആ സാക്ഷ്യമാണ് മറ്റുള്ളവരെ നിന്നിലേക്ക് ആകർഷിക്കുന്നത്. ഇന്ന് പകല് ദൈവം നിന്നെയും എന്നെയും അനുഗ്രഹിക്കണമെങ്കിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്, നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. നമ്മുടെ ആരാധനകൾ മടങ്ങി വരണം, നമ്മുടെ വിശുദ്ധ ജീവിതം മടങ്ങി വരണം, നമ്മുടെ ആ ദൈവ ഭയം മടങ്ങി വരണം, നമ്മുടെ ആദ്യ സ്നേഹം നമ്മളിലേക്ക് മടങ്ങി വരണം. നമ്മൾ കർത്തൃത്വങ്ങൾക്ക് കീഴ്പ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ സ്വർഗം ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ, തലമുറകളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന് നീ കീഴ്പ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ ഏത് തലമുറയും വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറ വിടുവിക്കപ്പെടണമെങ്കിൽ നിന്റെ ഭർത്താവും ഭാര്യ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുന്ന ഭവനമാണെങ്കിൽ തലമുറ ഓട്ടോമാറ്റിക്കായിട്ട് മാനസാന്തരപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് ഇന്ന് ഭർത്താവും ഭാര്യ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുന്ന ഭവനം, ആ ഭവനത്തിനകത്താണ് ദൈവം ഇറങ്ങി വരുന്നത്. നിന്റെ തലമുറയുടെ വിഷയങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയുടെ വിഷയം ദൈവം കൈകാര്യം ചെയ്യും. ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വെറുപ്പാണ്, ഇറിറ്റേഷനാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നവനാണോ പ്രശ്നം, ഈ വന്ന് പറയുന്ന ആൾക്കാണോ പ്രശ്നം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട സമയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരാൾക്ക് ഭയങ്കര പ്രശ്നം, ഇറിറ്റേഷൻ വരിക, വെറുപ്പ് വരിക. പ്രാർത്ഥിക്കുന്നവനാണോ പ്രശ്നം, ഈ ഇറിറ്റേഷൻ ഉള്ളവനാണോ പ്രശ്നം? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ദൈവമക്കളെ, നമ്മളെ കുടുംബം സ്വർഗമാക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
നിങ്ങൾ ആരെയും നിർബന്ധിച്ച് സുവിശേഷം പറയരുത്. ആരോട്? നിങ്ങളുടെ ജീവിതം കണ്ട്, നിങ്ങളുടെ സൗമ്യത കണ്ട്, നിങ്ങളുടെ ഭയഭക്തി കണ്ട്, നിങ്ങളുടെ അനുസരണം കണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളും യേശുവിനെ അറിയുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പ്രൈസ്, ലക്ഷക്കണക്കിന് സഭകളുണ്ട്, ലക്ഷക്കണക്കിന് പേര് അന്യഭാഷ പറയുന്നവരുണ്ട്, രാപകൽ വചനം ധ്യാനിക്കുന്നു. ഇതിലൊന്നും ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ആ സാക്ഷ്യമാണ് മറ്റുള്ളവരെ നിന്നിലേക്ക് ആകർഷിക്കുന്നത്. ഇന്ന് പകല് ദൈവം നിന്നെയും എന്നെയും അനുഗ്രഹിക്കണമെങ്കിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്, നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. നമ്മുടെ ആരാധനകൾ മടങ്ങി വരണം, നമ്മുടെ വിശുദ്ധ ജീവിതം മടങ്ങി വരണം, നമ്മുടെ ആ ദൈവ ഭയം മടങ്ങി വരണം, നമ്മുടെ ആദ്യ സ്നേഹം നമ്മളിലേക്ക് മടങ്ങി വരണം. നമ്മൾ കർത്തൃത്വങ്ങൾക്ക് കീഴ്പ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ സ്വർഗം ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ, തലമുറകളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന് നീ കീഴ്പ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ ഏത് തലമുറയും വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറ വിടുവിക്കപ്പെടണമെങ്കിൽ നിന്റെ ഭർത്താവും ഭാര്യ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുന്ന ഭവനമാണെങ്കിൽ തലമുറ ഓട്ടോമാറ്റിക്കായിട്ട് മാനസാന്തരപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് ഇന്ന് ഭർത്താവും ഭാര്യ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുന്ന ഭവനം, ആ ഭവനത്തിനകത്താണ് ദൈവം ഇറങ്ങി വരുന്നത്. നിന്റെ തലമുറയുടെ വിഷയങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയുടെ വിഷയം ദൈവം കൈകാര്യം ചെയ്യും. ഒരു കാര്യം അസാധ്യമല്ല. ഒരുമിച്ച് ഐക്യതയോടെ നിന്നാൽ ഈ ഓബേദിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതിനേക്കാൾ 1000 മടങ്ങ് നിന്റെ ഭവനം ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ ഭവനത്തിലെ ഭയങ്കരമായ ബ്ലെസ്സിങ് വരണമെങ്കിൽ, അനുഗ്രഹം വരണമെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. പൂർണ്ണമായ ആത്മാവിന്റെ സാന്നിധ്യത്തോടെ, ശക്തിയോടെ, കൃപാവരങ്ങൾ മാത്രം പോരാ, വെളിപ്പാടും ദർശനം ഉണ്ടായിട്ടും കാര്യമില്ല. ഇന്ന് പകല് ദൈവത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന സ്നേഹവും സൗമ്യതയും താഴ്മയും ദീർഘക്ഷമയും ഉപകാരവും വിശ്വസ്തതയും ഇന്ദ്രിയും 9 ഫലങ്ങൾ നിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുവാൻ, ആ ദീർഘക്ഷമയുടെ അനുഭവം, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ, ദീർഘമായി ക്ഷമിക്കുവാൻ, സൗമ്യത ഉള്ളവരാകുവാൻ ഇന്ന് നീ തയ്യാറാവുകയാണ്. 9 ഫലങ്ങളെ നീ പുറപ്പെടുവിക്കണം. നീ ക്രിസ്തുവിൽ വളരുന്നവനാണെങ്കിൽ ആ യേശു ക്രിസ്തു എന്ന മുന്തിരി വള്ളി നീ ആകുന്ന കൊമ്പുകളിലോട്ട് പടർന്നിറങ്ങണമെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ചിലതൊക്കെ വെട്ടിമാറ്റുവാൻ, ചെത്തി മാറ്റുന്ന ദൈവത്തിന്റെ വചനം നീ കേൾക്കുമ്പോൾ ചിലതൊക്കെ മുറിയപ്പെടും, ചിലതൊക്കെ തകർക്കപ്പെടും, ചിലപ്പോൾ വേദന ഉണ്ടാകും, പെയിൻ ഉണ്ടാകും. ഇത് എനിക്ക് വേണ്ടി എന്നോട് മനഃപൂർവ്വം പറയുന്ന നിനക്ക് തോന്നും. എന്നാൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിന്നോട് ഇടപെടുമ്പോൾ നീ സ്വയം താഴ്മ ധരിച്ച് അതിന് തയ്യാറാണെങ്കിൽ ആത്മാവ് നിന്നെ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാക്കി മാറ്റാൻ പോവുകയാണ്. നിന്നിൽ ഫലം കായ്ക്കാൻ പോകുന്നു. യേശു നിന്നെ മുന്തിരി വള്ളി പോലെ നിന്റെ കൊമ്പുകളിൽ പടർന്നിറങ്ങാൻ പോവുകയാണ്. ക്രിസ്തു നിന്റെ അകത്ത് വസിച്ച് നിന്നെ ഒരു ഉന്നതമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവവചനമാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ദൈവവചനം, വചനം പറയുമ്പോൾ നമ്മുടെ കൊമ്പുകൾ, അനാവശ്യമായി വളർന്നു കിടക്കുന്ന കൊമ്പുകളെയൊക്കെ വചനം പറഞ്ഞ് വെട്ടിക്കളയും. പ്രൈസ് ദി ലോർഡ്. വെട്ടുമ്പോൾ അവിടെ അല്പവേദനയും ചെറിയ രക്തവും ഒക്കെ ഉണ്ടാകുന്നത് പോലെ അതൊക്കെ, പക്ഷേ പെട്ടെന്ന് അവിടെ പുതിയ നാമ്പുകൾ ഉണ്ടായി, പുതിയ ഒരു വളർച്ച, ഒരു പുതിയ സീസൺ നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. കഴിഞ്ഞതെല്ലാം മാറാൻ പോകുന്നു. ആത്മാ പറയുന്നു, പെട്ടകം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും ജീവകാലത്ത് നിൽക്കത്തില്ല, ഒരു ശക്തി നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഇന്ന് പകലൊരു ജയം നിനക്കുണ്ട്. ഗ്ലോറി. നിന്നോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ, നിന്നെ, നിന്റെ കുടുംബത്തെയും തലമുറയും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ അനുഗ്രഹിക്കാൻ പോവുകയാണ് ദൈവം. എന്നാൽ വചനപ്രകാരം ജീവിക്കാൻ നീ തയ്യാറാകണം. നീ ദൈവരാജ്യത്തിന് 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവത്തെ ഭയപ്പെടുമ്പോൾ, ദൈവവചനം അനുസരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കുടുംബത്തെ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് നീ മടങ്ങി വരുമ്പോൾ, ഇന്ന് പകല് രൂത്തിനെ അനുഗ്രഹിച്ച ദൈവം, എസ്തേറിനെ അനുഗ്രഹിച്ച ദൈവം, ഹല്ലേലൂയ, നിന്നെ, നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ പോവുകയാണ്. അസൂയ ഉണ്ടാകാൻ പോകുന്നു. ഓബേദിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ആ ശ്രുതി ദേശം മുഴുവനും പടർന്ന് ദാവീദിന് ഇരിക്കാൻ വയ്യാതായി.
ആ അനുഗ്രഹം എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാലേ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവും കേട്ടോ. കർത്താവ് പറയുക, വരുന്ന ദിവസങ്ങൾ നിന്റെ കുടുംബത്തെ കണ്ട് ജനം അത്ഭുതപ്പെട്ട് അസൂയപ്പെടാൻ പോകുന്നു. പ്രാപിച്ചോ? ഇന്ന് പകൽ ദൈവിക ദൂത് നിനക്കുണ്ട്. വെട്ട് മാത്രമല്ല, ദൂതും നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പറയും, നിന്നെ കണ്ട് ജനം അത്ഭുതപ്പെടാൻ പോകുന്നു. നിന്നെ കണ്ട് ദൈവജനം അത്ഭുതപ്പെടാൻ പോകുന്നു, അസൂയപ്പെടാൻ പോകുന്നു. കർത്താവിന്റെ വചനം പറയുന്നു, നിന്നെ ജീവിതത്തിലെ അനുഗ്രഹം കൊണ്ട് പല്ലുകടിച്ച് ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകും. പിശാചിന് അസൂയ ഉണ്ടാകും, മനുഷ്യർക്ക് അസൂയ ഉണ്ടാകും. അതുപോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പേര് ശ്രുതി പടരും. നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ശ്രുതി ദേശം മുഴുവനും പരക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓബേദിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടത് ഇരിക്കാൻ വയ്യ ജനത്തിന്. ദാവീദിന് ഇരിക്കാൻ വയ്യ. നാട്ടുകാര് അസൂയ കൊണ്ടാണ് ചാടി എഴുന്നേറ്റ് ഓടി വരിക പെട്ടകം പിടിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ പെട്ടകമാണ് ഒരിക്കൽ പിടിക്കപ്പെട്ടു. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് പെട്ടകം പിടിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടാൻ പറ്റുമോ? ദൈവത്തെ തൊടാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ ദൈവം സ്വയം പിടികൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ചില സമയങ്ങളിൽ നമ്മൾ സ്വയം അങ്ങ് താണു കൊടുക്കണം. നമ്മൾ ആരാണെന്നും നമ്മുടെ മഹത്വമൊന്നും ആരടുത്തും പറയാൻ നമ്മൾ പോകേണ്ട കാര്യമില്ല. ദൈവം അത് വെളിപ്പെടുത്താൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ചില സമയങ്ങളിൽ ദൈവമക്കളായ നമുക്ക് ചില വിഷയങ്ങളുണ്ടാകാം, ചില പ്രശ്നങ്ങളുണ്ടാകാം. അതിന് തിരിച്ചടിക്കാനോ തിരിച്ചു പറയാനോ മറുപടി പറയാനോ പ്രവർത്തിക്കാനോ ചെയ്യാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. തക്ക സമയത്ത് ദൈവമഹത്വം നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് നീ പിടിക്കപ്പെടാം. ശത്രുക്കൾ ഒരുപക്ഷെ നിന്നെ പിടിച്ചു എന്നവർ പറയും, നിന്നെ തകർത്തു എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ പെട്ടകത്തെ ഫെലിസ്ത്യന്മാർ പിടിച്ചപ്പോ അന്ന് വരെ ഭയം ഉണ്ടായിരുന്നു ഫെലിസ്ത്യർക്ക്. പെട്ടകം എന്ന് പറഞ്ഞാൽ പേടിയാ, യഹോവ എന്ന് പറഞ്ഞാൽ ഭയമാ. ഇസ്രായേൽ ജനത്തെ പേടിയില്ല, പക്ഷേ ദൈവത്തെ പേർക്ക് പേടിയുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും പേടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് ഒരു ദിവസവും ഇല്ലാത്തതുപോലെ പെട്ടകത്തെ പിടിച്ചപ്പോ ഒന്നും സംഭവിക്കുന്നില്ല. ഫെലിസ്ത്യർ വിചാരിച്ചു സംഭവം കൊള്ളാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇസ്രായേൽ ജനം യുദ്ധം ചെയ്തിട്ടും ജയിക്കാൻ പറ്റാത്ത രാജ്യം. പക്ഷെ പെട്ടകത്തെ ഫെലിസ്ത്യർ പിടിച്ചോണ്ട് പോയി. സ്തോത്രം. നേരെ കൊണ്ടുപോയി അവരുടെ ദേവന്റെ ആ ക്ഷേത്രത്തിന്റെ അവിടെ കൊണ്ടുവന്ന്, ദാഗോന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം ഇനി യുദ്ധം ചെയ്യിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങളെ, നിന്റെ പ്രശ്നങ്ങളെ, നിന്റെ യുദ്ധങ്ങളെ ദൈവം നേരിട്ടെടുക്കുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ ദൂത് നീ ഏറ്റെടുത്തോളണം. ഇന്ന് വരെ വർഷങ്ങളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിച്ചും ജയിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല. നിന്റെ തലമുറയുടെ വിഷയമായിരിക്കാം, നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല. നിന്റെ വസ്തുവിന്റെ വിഷയമായിരിക്കാം, നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല. നീ കേസ് കൊടുത്തിട്ടും ജയിക്കാൻ പറ്റുന്നില്ല. പലതും നീ ചെയ്തിട്ടും നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല. മറുപടിയില്ല. പക്ഷെ ഇന്ന് മകൻ ആത്മാ പറയുന്നു, യേശു ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പോകുന്നു. നീ പോകുന്നതിന് പകരം, നീ പ്രവർത്തിക്കുന്നതിന് പകരം, നീ പ്രാർത്ഥിക്കുന്നതിന് പകരം, നീ യുദ്ധം ചെയ്യുന്നതിന് പകരം എന്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പ്രാപിച്ചോ? ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനെ നീ യുദ്ധം ചെയ്യണ്ട. നിന്റെ യുദ്ധങ്ങൾ എന്റെ യുദ്ധങ്ങളായി മാറാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ സമാധാനമായിരുന്നോ, സ്വസ്ഥമായിട്ടിരുന്നോ. ഈ രാജ്യം എന്റെ രാജ്യമാണെങ്കിൽ, നീ പ്രോപ്പർട്ടി എന്റേതാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഈ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്ന സീസൺ വെളിപ്പെടുകയാണ്. ദൈവമഹത്വം വെളിപ്പെടാൻ സമയമായിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വിളിച്ച് പറ, എനിക്കിനി യുദ്ധമില്ല. പറഞ്ഞാട്ടെ, എനിക്കിനി യുദ്ധമില്ല. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇതിനകത്തിരിക്കുന്ന പലരോട് ആത്മാ പറയും, നീ ചെയ്യാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും എല്ലാം പ്രവർത്തിച്ച് തളർന്നിരിക്കുകയാണ്. എന്നാൽ കർത്താവ്, ഇതാ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു. നീ തളർന്നിരിക്കുകയാണ്. നീ സകല പ്രവൃത്തിയും തികച്ച് തളർന്നിരിക്കുന്നു. എന്നാൽ ആത്മാ പറയുന്നു, മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഞാൻ നിന്റെ ദൈവമാണെന്ന് ദേശക്കാരുടെ നടുവിൽ തെളിയിക്കാൻ സമയമായിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവം കർത്താവ് നേരിട്ട് അങ്ങ് പെട്ടകം ചെന്നു. ഹല്ലേലൂയ. എന്താ ചെന്ന്? ഈ ഫെലിസ്ത്യന്മാരുടെ ദേശാധിപതി ശക്തിയെ തകർക്കാൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഈ പെട്ടകത്തിനെ സാധിക്കൂ. അത് ചെന്നങ്ങോട്ട് ഇരുന്നപ്പോൾ ആ ദൈവസാന്നിധ്യത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ പൈശാചിക ശക്തികൾ അതിന്റെ കയ്യും കാലും തലയെല്ലാം ഉടഞ്ഞങ്ങ് വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും സംഭവിക്കുന്നില്ല, പെട്ടകം ഇരിക്കുന്നതേ ഉള്ളൂ, അവിടെ യുദ്ധമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ പൈശാചിക ശക്തികൾ തകർന്ന് വീഴുകയാണ്. ഇന്ന് പകല് അതാ നമ്മുടെ ജീവിതത്തിലെ ഈ സീസണിൽ നടക്കാൻ പോകുന്നത്. നീ ഒന്നും ചെയ്യണ്ട, നിന്റെ ഉള്ളിൽ ആ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന വെളിപ്പാട് മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ആ തിരിച്ചറിവ് മാത്രം മതി. ഇന്ന് പകല് പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ പോകുന്നു. നിനക്ക് വിരോധമായി എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറാൻ പോകുന്നു, കുരുക്കുകൾ അഴിഞ്ഞു മാറാൻ പോകുന്നു. നീ വിളിച്ചു പറയണം, എന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യമുണ്ട്, ഞാൻ ദേശാധിപതി ശക്തികളെ ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പൈശാചിക ലോകത്തെ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എന്റെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ല, ഭൂതങ്ങൾ എന്റെ മുമ്പിൽ കീഴ്പ്പെടും, രോഗങ്ങൾ എന്റെ മുമ്പിൽ കീഴ്പ്പെടും. കാരണം ഏത് ദുരാത്മ ശക്തികളും ഏത് രോഗങ്ങളും ഏത് പ്രശ്നങ്ങളും എന്റെ മുമ്പിൽ ഒന്നുമല്ലാതാവും. കാരണം എന്റെ ഉള്ളിൽ അഭിഷേകമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നവനാണ്, ഞാൻ യേശുവിന്റെ വെളിപ്പാടുള്ളവനാണ്, ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഇന്ന് ഞാൻ പുതിയ നിയമ പെട്ടകമാണ്. കർത്താവിന്റെ ആത്മാവിനെ ഞാൻ വഹിക്കുന്നത് കൊണ്ട് ഞാൻ ഏതെങ്കിലും ദേശത്തിൽ കാല് ചവിട്ടിയാൽ ആ ദേശം പിടിക്കപ്പെടും, ആ പട്ടണം പിടിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മൾ ചിലതിൻ്റെയൊക്കെ ഫ്രണ്ട് കൂടെ നടന്നു പോയാൽ മതി. ചില വീടിനകത്തൊക്കെ നീ കയറി ഒന്ന് ഇരുന്നാൽ മതി, ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുക. പ്രൈസ്. വെറുതെ കയറി നീ ആ ചില വീടുകൾ പോകുന്ന വഴിയിൽ ഒരു വിശ്വാസിയുടെ ഭവനം കണ്ടു ചെന്നൊന്ന് കയറി ഒന്ന് പ്രാർത്ഥിക്കണ്ട. ഗ്ലോറി അകത്തുള്ളവൻ അകത്ത് കയറിയാൽ വിടുതൽ സംഭവിച്ചിരിക്കും. പ്രൈസ്. വെറുതെ കയറിയാൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്, വെറുതെ ഒന്ന് തൊട്ടാൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ മക്കളെ നമ്മൾ ആരെ നമ്മൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചില വീടുകളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ ചില സമയത്ത് വെറുതെ പോയ വഴിക്ക് ഒന്ന് കയറി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ചായ കുടിക്കാൻ ഇരുന്നപ്പോൾ ഒരു ദൂത് പറഞ്ഞു. എന്തായാലും വന്നതല്ലേ, പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റപ്പോൾ ഒരു ദൂത് പറഞ്ഞു. അതങ്ങ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വെറുതെ പോയ വഴിക്ക് കയറി ഒന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് ഷിനോജിന്റെ ഭവനത്തില് സംഭവിച്ചത്. ഹല്ലേലൂയ. വെറുതെ പോയ വഴിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടുവന്നിട്ട് അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയത്. ഹല്ലേലൂയ. 6-7 വർഷം കൂടെ തലമുറ ഇല്ലാത്ത ആ ഭവനത്തിനകത്ത് ജസ്റ്റ് ഒന്ന് കയറി. എന്തായാലും വന്നതല്ലേ, ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതാ. പിന്നെ അറിയുന്നത് ഇരട്ട തലമുറകൾ ഉണ്ടായെന്ന്. ഇന്ന് പകല നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ കാല് ചവിട്ടുമ്പോൾ അത് വെറുതെ ആയിരിക്കാം. എന്നാൽ ഇന്ന് ആത്മാ വിളിച്ചു പറയുകയാണ്, ഏതെങ്കിലും ഒരു അഭിഷേകമുള്ളവൻ നിന്റെ വീട്ടിനകത്ത് കാല് ചവിട്ടിയാൽ നീ അത് സന്തോഷിക്കണം. ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്തു, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. ചിലത് നിന്നൊക്കെ വിരോധമായി പിശാച് വെച്ചിരിക്കുന്ന ചിലതൊക്കെ അഴിയാൻ അതൊരു കാരണമായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തിന് ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല. നിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ഏറ്റവും വലുതായി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനാണ്, ദൈവ സാന്നിധ്യത്തിനാണ്. ഈ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എല്ലാം തിരിച്ചു പിടിക്കാൻ നിനക്ക് സാധിക്കും. ഈ അഭിഷേകം നിന്റെ അകത്തുണ്ടോ, ഈ ഗ്ലോറി നിന്റെ അകത്തുണ്ടോ, എല്ലാം നിന്റെ അകത്ത് നിന്റെ സന്നിധിയിൽ നിന്റെ അടുത്ത് മടങ്ങി വരാൻ പോവുകയാണ്. നിന്റെ അടുക്കൽ മടങ്ങി വരാൻ പോകുന്നു. ചിലതൊക്കെ നീ പ്രാപിക്കാൻ പോകുന്നു, നീ പിടിച്ചടക്കാൻ പോകുന്നു. നീ പട്ടണങ്ങളെ പിടിച്ചടക്കാൻ പോകുന്നു, നീ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ പോകുന്നു. ഫലസ്തീയ ദേശത്തെ മുഴുവനും ദൈവം പിടിച്ചടക്കിയത് ദൈവ സാന്നിധ്യം അവിടെ ഇരുന്നപ്പോൾ ആ ഫലസ്തീയന്മാർ മുട്ടുമടക്കി. ഹല്ലേലൂയ എന്നതുപോലെ ആത്മാ പറയുന്നു, ഈ വരുന്ന നാളുകൾ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ചില പട്ടണങ്ങളെ പിടിച്ചടക്കാൻ പോകുന്നു, ചില രാജ്യങ്ങളെ പിടിച്ചടക്കാൻ പോകുന്നു. നമ്മൾ കാലുവയ്ക്കുന്ന ചില സിറ്റികൾ നമ്മൾ പിടിച്ചടക്കാൻ